കാരണം MLA പറഞ്ഞപ്പം ഫേസ്ബുക്ക് ലൈവിലെ ചില വാക്കുകൾ എടുത്ത് ജാതീയമായി ആ ഒരു കാര്യത്തിൽ MLA മീഡിയാവിന്റെ കാര്യം പറഞ്ഞു. പക്ഷേ ജനം TV വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ അത് സാങ്കേതികമായി ശരിയല്ല. ഞങ്ങൾ ആ ഒരു പേര് MLA പറയുന്നത് ഞങ്ങൾ എങ്ങനെ വാർത്ത കൊടുക്കും? ജനം TV എന്നൊരു വാർത്ത ഞാനിപ്പോ വെബിൽ അന്വേഷിച്ചു. വെബിലും കൊടുത്തിട്ടില്ല, ചാനലിലും കൊടുത്തിട്ടില്ല. അതായത് ഈ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ വാർത്ത കൊടുത്തിട്ടില്ല. നിങ്ങൾ ജാതീയമായി അധിക്ഷേപിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ കേൾക്കുന്ന രണ്ട് മാധ്യമങ്ങൾക്ക് വ്യക്തമായ അജണ്ടയുള്ള മാധ്യമങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ട് മീഡിയ വൺ എന്നെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ രണ്ട് ജാതീയമായി അധിക്ഷേപിച്ചിട്ടൊന്നും ജനം TV എന്നെ ജാതീയമായി ആക്ഷേപിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞു. ഞാൻ രണ്ടുപേരും അവ്യക്തമായ അജണ്ടയോടുകൂടി വാർത്ത ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞത്. ജനം TV എന്നെ ആക്ഷേപിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കറക്റ്റ് ചെയ്യണം. ജനം TV എന്നെ ആക്ഷേപിച്ചില്ല, മോന്റെ വാർത്തയിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. അത് ഇനി അതെല്ലാം കറക്കിയിട്ട് ജനം TV എന്നെ ആക്ഷേപിച്ചിട്ടില്ല എന്നൊക്കെ ആവശ്യം വരരുത്. മീഡിയ വണ്ണും ജനം TVക്കും വ്യക്തമായ ചില അജണ്ടാസ് ഉണ്ട് എന്ന് സമൂഹത്തിൽ എല്ലാവർക്കും അതാണ് എൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം തന്നെ. ഇവരെല്ലാവരും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതിലേക്ക് വലിച്ചെടുക്കാൻ ഞാൻ ആദ്യം തന്നെ എൻ്റെ വ്യക്തമായി ലൈവിൽ പറഞ്ഞു. അത് ലൈവിലൊക്കെ വരുമ്പോൾ പറയുന്നു പാർട്ടി എന്ന് പറഞ്ഞിട്ട് പാർട്ടി മൊത്തം കഞ്ചാവാ. കഴിഞ്ഞ ദിവസം അവിടെ കണ്ട് കരിഞ്ഞാലി വെള്ളം കുടിച്ച പാടും. ഇതെല്ലാം വൃത്തികെട്ട രൂപത്തിലുള്ള ചില വേർഷൻസിലേക്ക് വന്നപ്പോൾ അന്നേരം തന്നെ ഞാൻ പറയാം, എൻ്റെ പാർട്ടിയെ നിങ്ങൾ ഇതിൽ വലിച്ചിടരുത്. ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്തു? അല്ലെ എൻ്റെ പാർട്ടി സ്റ്റേറ്റ് പാർട്ടി എന്ത് തെറ്റ് ചെയ്തു? അല്ലെ എൻ്റെ പാവപ്പെട്ട ബ്രാഞ്ചിലെ സഹകൾ എന്ത് തെറ്റ് ചെയ്തു? ആരും ചെയ്തിട്ടില്ലല്ലോ അതിൽ. പക്ഷേ നിരന്തരമായിട്ട് ഈ വേട്ടയാടൽ വരുമ്പോൾ അവർ തന്നെ എന്നോട് പറയുകയാണ് MLA നമുക്ക് പത്രസമ്മേളനം നടത്തണം. ഞാനാണ് ഇവരെ എല്ലാം അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം ഈ തരത്തിൽ കൂടി പാർട്ടിയെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുകയാണ്. ജാതീയമായിട്ട് കൂടി MLA പറയുമ്പോ MLA എന്ന് പറയുമ്പോ പാർട്ടിയുടെ MLA അല്ലേ? ബിപിൻ സി ബാബു എന്നെ ക്ഷണിച്ചിട്ടില്ല. അത് മാധ്യമങ്ങളിലൂടെ അല്ലേ? ബിപിൻ സി ബാബു ഫേസ്ബുക്കിലൂടെ എഴുതുന്നതൊക്കെ എനിക്കിപ്പോ അതിന് ആൻസർ പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിപിൻ സി ബാബു ഞങ്ങളുടെ പാർട്ടി നടപടിയെടുത്ത് പുറത്ത് നിൽക്കുന്ന ആളാണ്. അതിനുശേഷം ബിപിൻ സി വേറെ പാർട്ടിയിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ബിപിൻ സിക്ക് എന്തും പറയാം. കാരണം ആ പാർട്ടിയിൽ എന്തും പറയാം, ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പുര വെട്ടുമ്പം നമ്മുടെ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു രീതിയാണ്. അതിൽ വാഴ വെട്ടുന്ന, വാഴയുടെ കൊലയെടുക്കുന്ന, കൂമ്പെടുക്കുന്ന എല്ലാം എടുക്കുന്നുണ്ട്. പുര കത്തിച്ച് ഒരാൾ പുര കത്തിച്ച് അവിടെ നിൽക്കാന്ന് അയാൾക്ക് തോന്നുന്നു. ഈ ഓരോ ഇൻസിഡന്റ് പാർട്ടിയുടെ നടത്തിയിരിക്കുന്ന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ പാർട്ടിക്ക് സംഭവിക്കുമ്പോൾ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കുകയാണ് യു പ്രതിഭ MLA. ആ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് മീഡിയ വണ്ണെ അന്നും വിമർശിച്ചു, ഇന്നും വിമർശിക്കുന്നു. തെറ്റുപറ്റി, ഇത് മാധ്യമങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ആ കേസിനെ ന്യായീകരിക്കുന്നത്.